ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്കൂളായ വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ പുൽപ്പള്ളിയുടെ മുന്നിലാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഇവിടെ വരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ. ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട് വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ പുൽപ്പള്ളിയിൽ പഠിച്ചവർ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഗേറ്റ് കടന്നകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. പണ്ട് എല്ലാ ദിവസവും ഈ വഴിയല്ലേ അകത്തേക്ക് കടന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ നോക്കൂ, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷങ്ങൾ ഞാൻ ചെലവഴിച്ചത് ഇവിടെയാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും ഗ്രില്ലുകളെ സ്ഥാപിച്ചു, കെട്ടിടങ്ങളൊക്കെ മാറി. പണ്ട് ഞാൻ പഠിച്ചിരുന്ന ഒരു ഫുൾ ഭാഗം തന്നെ ഇപ്പം ഇല്ലാണ്ടായി പുതിയ കെട്ടിടമായിരിക്കുന്നു. ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴികളും ഒക്കെ മാറിയിരിക്കുന്നു. എന്തൊക്കെ മാറിയാലും എൻ്റെ ഓർമ്മകൾക്ക് ഇന്നും ഒരു മാറ്റവുമില്ല. ഞാൻ 10Dയിലാണ് പഠിച്ചത്, 2010 ബാച്ച്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ജയന്ത ടീച്ചറായിരുന്നു. ഞാൻ ആദ്യം 10Iലായിരുന്നു, പിന്നീട് അവിടെ നിന്നും ക്ലാസ് മാറി എത്തിയതാണ് 10Dയിൽ. 10Dയിൽ എത്തിയത് എന്തായാലും നന്നായി. എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിനീഷേനെ കിട്ടിയത് അവിടെ വെച്ചാണ്. ഇപ്പോൾ ഏതാണ്ട് 16 വർഷമായി ഞാനും അവളും തമ്മിലുള്ള കൂട്ട്. ഈ കാണുന്നത് ഞങ്ങളുടെ ഗുഹയാണ്. നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നടന്ന് കളിക്കാൻ. അധ്യാപകരും സുഹൃത്തുക്കളും ക്ലാസ് മുറികളും ഓരോ ചെറിയ നിമിഷങ്ങളും ഇന്നും മനസ്സിൽ അതുപോലെയുണ്ട്. എത്ര ഓടിക്കളിച്ചിരുന്ന സ്ഥലമാണിതൊക്കെ. എത്ര പേര് നിങ്ങളുടെ സ്കൂൾ ജീവിതം ഓർക്കുന്നുണ്ട്? എത്ര മനോഹരമായ നിമിഷങ്ങളായിരുന്നു അല്ലേ? സ്കൂളിലെ ആ പഴയ ബെല്ല് ഇപ്പോഴും ഉണ്ട്. സ്കൂൾ അസംബ്ലികളൊക്കെ നടന്ന സ്ഥലമാണ്. അതിലേറ്റവും ഓർമ്മിക്കുന്നത് സ്കൂൾ അസംബ്ലി തുടങ്ങി പകുതി ആകുമ്പോഴേക്കും 1-2 പേരൊക്കെ തലകറങ്ങി വീണിട്ടുണ്ടാവും. ഇതാണ് ഓഫീസ്. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് ഉണ്ടോ, ടീച്ചേഴ്സ് ഈ പീരീഡ് വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഓടി വന്നൊന്ന് നോക്കിയിട്ട് പോകും. ഇതായിരുന്നു ഞങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ നിര. അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ 10ാം ക്ലാസ് തന്നെയായിരുന്നു. ഇപ്പം ആ ക്ലാസ്സുകളൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഉത്തരത്തിലൊക്കെ ഒരുപാട് പേരുടെ പേരുണ്ടാവും. ചിലപ്പം സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെയും പേരുണ്ടാവും. ഇതായിരുന്നു എൻ്റെ 10D. എത്ര ഇരുന്ന് പഠിച്ച ക്ലാസ്സാ. ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ചിലപ്പോൾ ആ ഡെസ്കുകളിലൊക്കെ എൻ്റെ പേരുകളും ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴി. ഇവിടെയൊക്കെ എത്ര ഓടിക്കളിച്ചിരിക്കുന്നു. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതിൻ്റെ ബാക്കിൽ പച്ചക്കറികളൊക്കെ നട്ടത് ഇപ്പോഴും ഓർക്കുന്നു. പണ്ട് ഗ്രൗണ്ടിലേക്ക് പോകാൻ ഇതുപോലെ പടികളൊന്നും ഉണ്ടായിരുന്നില്ല. കുത്തനെയുള്ളൊരു കയറ്റമായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാണ് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇൻ്റർവെൽ ടൈമിൽ ആദ്യം ഓടി കയറുന്നത് ഈ ഗ്രൗണ്ടിലേക്കായിരുന്നു. അവിടെയുള്ള ആ മരങ്ങളുടെ ചുവട്ടിൽ നിന്നിട്ട് നമ്മൾ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ +2. ഞാൻ +2ൽ പഠിച്ചത് ഈ ക്ലാസ്സിലാണ്. +2 കൊമേഴ്സ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ പുൽപ്പള്ളി ഇപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളിലൊന്നായിരിക്കും.